ഡാഡിക്കും ഇഷ്ടം മോളെയാണ്. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. മോനായാലും മോളായാലും അമ്മയ്ക്ക് സന്തോഷം. നല്ല അമ്മമാരൊക്കെ അങ്ങനെയാ. മക്കളാണെന്നോ പെണ്ണെന്നോ ഒന്നും അവർക്കില്ല. അത് ശരിയാ. ഇനി അനിയത്തിയാണെങ്കിൽ നീ എന്ത് ചെയ്യും? എനിക്ക് സന്തോഷം. ഡാഡിയുടെയും ആദ്യേട്ടന്റെയും ആഗ്രഹം അതല്ലേ. കുഞ്ഞാവെ ഒന്ന് വന്നാ മതിയായിരുന്നു. കുഞ്ഞാവ അമ്മയുടെ വയറ്റിന്ന് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്ന അച്ഛമ്മ പറഞ്ഞു. നിനക്കതറിയില്ലേ? കുഞ്ഞ് വെറുതെ കിടക്കോ? അതിന് ജീവനില്ലേ? പുറത്തുള്ള കാര്യങ്ങൾ കുഞ്ഞിനറിയാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ അമ്മയോട് പറയുന്നത് കുഞ്ഞാവ കേക്കോ? എന്താ സംശയം? അല്ലെങ്കിൽ നീ കണ്ടോ, ഞാൻ വരുമ്പോ എന്റെ ശബ്ദം കേട്ടാ നിന്നെ തന്നെ നോക്കും. ഈ ചേച്ചിയാണ് ഞാൻ അകത്ത് കിടന്നപ്പോ എന്നെ പറ്റി പറഞ്ഞേന്ന് കുഞ്ഞു അവ ഓർക്കും. ഹലോ, ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു? അങ്കിളെന്താ ഇവിടെ? ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ ഒരു കോഫി കഴിക്കാൻ ഇതിനു മുമ്പിൽ ഷോപ്പിൽ വന്നു. അപ്പോഴാ എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫ് പറഞ്ഞത്, മഹേഷ് നിങ്ങളെ ഇവിടെ വിട്ടിട്ട് പോയെന്ന്. എങ്കിൽ പിന്നെ നിങ്ങളെ ഒന്ന് കാണാമെന്ന് വെച്ച് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. വാങ്ങിച്ചോ മോനെ, ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതല്ലേ. മോളെ വാങ്ങിച്ചോ. ചിപ്പിമോക്ക് എന്താ അങ്കിളിനെ കണ്ടപ്പോ ഒരു പേടി പോലെ? അങ്കിൾ പാവല്ലേ? മോള് വാ വാ. ഡാഡി ഇപ്പൊ വരും. അതിനെന്താ, ചിപ്പിമോളെ പറച്ചിൽ കേട്ടാ തോന്നും ഡാഡിയും കൂടെ വന്നാ ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞടിയാവൂന്ന്. ഞങ്ങൾ ഇതുപോലെ ഹോട്ടലിലും പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്നതല്ലേ. ഞാനിപ്പോ മോളുടെ ഡാഡിയുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ആദ്യമൊന്നും പറഞ്ഞില്ലേ? അവനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിട്ടത് അങ്കിളാ. നീ അത് മോളോട് പറഞ്ഞില്ലേ ആദി? ഇല്ല. അത് തന്നെ കാര്യം. അല്ലെങ്കിൽ ചിപ്പിമോൾ എന്നെ കണ്ട ഇങ്ങനെ പേടിക്കത്തില്ലായിരുന്നു. വാ ഇരിക്കാം, വാ. ഓ ഒന്ന് വാ മേഡം. ചിപ്പിമോൾ എന്താ മമ്മിയെ കാണാൻ അങ്ങോട്ട് വരാത്തെ? ആദി മോളുടെ വീട്ടിൽ വരുന്നുണ്ടല്ലോ. ഇനി എന്നെ പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ വരാമല്ലോ. മോളുടെ മമ്മിക്ക് മോളെ പറ്റി പറയാനും കരയാനും ഒക്കെ നേരമുള്ളൂ. മക്കളെ, അങ്ങനെ ഒരു കാര്യം പറ. അഭിപ്രായ വ്യത്യാസം വന്ന് ഡാഡിയും മമ്മിയും വേറെ പിരിയുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് അവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷേ മക്കളുടെ കാര്യം അങ്ങനല്ല. അവരാരുടെ കൂടെ ജീവിച്ചാലും ഡാഡിയായും മമ്മിയായും ആ രണ്ടുപേര് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഡാഡിയെയും മമ്മിയും കാണും. പ്രസവിച്ച മമ്മിക്ക് പകരം ആരും ഉണ്ടാവില്ല. അതുപോലെ ഡാഡിക്ക് പകരം എത്ര പേര് വന്നാലും അവരാരും ഡാഡിയാവും. ഞാൻ ആദ്യയുടെ അങ്കിളാ. ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് ആദ്യക്കറിയാം, പക്ഷെ ചിപ്പിമോക്കറിയില്ല. ഇഷതിക്ക് ഇപ്പോ ചിപ്പിമോള് സ്വന്തം മോളെ പോലെയാ. പക്ഷെ ഇഷതിക്ക് ഒരു കുഞ്ഞു കൂടി ജനിച്ചാലോ അവർക്ക് എന്തെങ്കിലും വലുത് അവരുടെ കുഞ്ഞു തന്നെ ആയിരിക്കും. ഇപ്പോ ചിപ്പിമോൾക്ക് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഭക്ഷണമൊക്കെ വിളമ്പി തന്ന് കൂടെ ഇരുത്തി കഴിപ്പിക്കും. ഒരു കുഞ്ഞായി കഴിയുമ്പോ ചിപ്പിമോൾ അതൊക്കെ തനിയെ ചെയ്യേണ്ടി വരും. അപ്പൊ അറിയാം ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹത്തിന്റെ പേര്. ഇത് പറയാനാണോ അങ്കിള് വന്നേ? അവള് സങ്കടപ്പെടുത്താതെ അങ്കിളൊന്ന് പോയേ. അയ്യോ എന്റെ മോനെ, നിങ്ങളെ ഒന്ന് കാണാൻ വന്നതല്ലടാ ഞാൻ. ചിപ്പിമോളെ കണ്ടപ്പോ അവളുടെ മമ്മിയെ ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനിത് പറഞ്ഞില്ലെങ്കിലും നിന്റെ അനിയത്തെ അറിയാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇനി ജനിക്കുന്ന കുട്ടി വളർന്നു വരുമ്പോ ഡാഡിക്ക് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച ചേച്ചിയെ അംഗീകരിച്ചില്ലെങ്കിലോ? ആ കുട്ടിക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇഷിതയുടെ വീട്ടുകാരടുത്ത് തന്നെയുണ്ട്. ഇപ്പോ ആ കുഞ്ഞുവാവ് വരാൻ ചിപ്പിമോള് കാത്തിരിക്കാവും. കുഞ്ഞുവാവ് വന്നു കഴിഞ്ഞാൽ അതിനെടുത്തോണ്ട് പോയി താലോലിക്കാൻ ഇഷിതയുടെ വീട്ടുകാർ മുന്നിൽ അവര് തന്നെയാവും ആ കുഞ്ഞിനെ വളർത്താനും പോകും. ഇഷിതയ്ക്ക് ജോലിക്ക് പോകണ്ടേ? അങ്കിളിന്റെ ചോക്ലേറ്റ് ഞങ്ങൾക്ക് വേണം. ഇവളെ സങ്കടപ്പെടുത്താൻ വന്നിരിക്കുന്നു. ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രസിച്ചില്ലാന്ന് വരും. ഒരു സമയത്ത് അങ്കിളെന്ന് പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലോ എന്നോ. ഞാൻ പോയേക്കാം. മഹേഷിന്റെ മക്കളെ ഉപദേശിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാന്? മകൾക്ക് വരാൻ പോകുന്ന സങ്കടം പറഞ്ഞ് രചന കരയുന്ന കണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. ചിപ്പിമോളിൽ രചനയുടെ അടുത്തേക്ക് പോയാലും മഹേഷിനെ ഒന്നും വരാം. അവന് പുതിയൊരു കുഞ്ഞിനെ കിട്ടാൻ പോവാൻ. അതുകൊണ്ട് മഹേഷിനൊരു അടി കൊടുക്കാം ഞാൻ പറഞ്ഞതായിട്ടൊന്നും നിങ്ങൾ കരുതിയാൻ വേണ്ട. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നു കളയാം. എന്റെ ഫ്രണ്ടിനെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ ചെല്ലട്ടെ. നീ എന്തിനാ ചിപ്പി കരയുന്നേ? അയാള് പലതും പറയും. ഇതൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്നതല്ലേ. ആർക്കും നിന്നോട് സ്നേഹം കുറഞ്ഞു. നീ കഴിഞ്ഞേ ഡാഡിക്ക് ഞാൻ പോലും ഉള്ളൂ. പറയല്ലേ അവള് ചോക്ലേറ്റോട് വന്നിരിക്കുന്നു. ഡാഡി തിരിച്ചു വരാന്ന് പറഞ്ഞ സമയമായി. നമുക്ക് അങ്ങോട്ട് പോകാം. അല്ല കണ്ട കാര്യമൊന്നും പറയല്ലേ ചിപ്പി. ഇതേ ഡാഡി. ഡാഡി ലേറ്റ് ആയോ? ഇല്ല ഡാഡി, ഡാഡി കറക്റ്റ് സമയത്താ വന്നേ. ചിപ്പി മോള് ഹാപ്പി അല്ലേ? എന്താ എന്റെ മോളുടെ മുഖത്തൊരു സങ്കടം? എന്താ മോനെ, നിങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ? മോള് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അത് ഡാഡി എന്നോട് ഇന്ന് അവളുടെ കൂടെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് മമ്മിയുടെ അടുത്ത് പോണോന്ന് പറഞ്ഞോണ്ടാ മുഖം വീർപ്പിച്ച് നിൽക്കുന്നു. ഓ അതാണോ കാര്യം? ഇവൻ മമ്മിയോട് പറയാതെ വന്നല്ലേ മോളെ? ഇനി ഒരു ദിവസം ആദ്യം വന്ന് മോളൊന്ന് ചിരിച്ചേ. നമുക്ക് പോവാൻ ഡാഡി. ആ മോള് വാ. എന്ത് പറ്റി ഡാഡി? വണ്ടി സ്റ്റാർട്ട് ആവും. തള്ളേണ്ടി വരും. ഇവിടെ ആരെയും കാണുന്നു. ഞങ്ങൾ തള്ളാൻ ഡാഡി. അയ്യോ ഡാഡി, ഡാഡി നിർത്തണേ, തിരിച്ചു വാ. അമ്മേ, എന്റെ മോള് ദുസ്വപ്നം കണ്ട് പേടിച്ചല്ലേ? ഡാഡി എവിടെ അമ്മേ? ഡാഡി വരാൻ കുറച്ച് ലേറ്റ് ആയി. ഡാഡി ഇവിടെ തന്നെ ഉണ്ട് മോളെ. ദേ അമ്മയെ നോക്കി. ഡാഡി മോളെ പാർക്ക് ചെയ്യാൻ ഇവിടെ കൊണ്ട് വിട്ടിട്ടല്ലേ ആദ്യം അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. മോളെ അമ്മയല്ലേ ഉറക്കാൻ കിടത്തിയത്. ഉറക്കത്തില് മോളെ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചത്. അത് സ്വപ്നാണ് മോളെ. മോളെ എന്ത് സ്വപ്നം കണ്ടേ? അത് ഡാഡി എന്നെ ആദ്യം ഒരിടത്ത് നിർത്തിയിട്ട് കാർ ഓടിച്ചു പോയി. എത്ര വിളിച്ചിട്ടും ഡാഡി കാറ് നിർത്താതെ പോയി. ഞങ്ങൾ കാറിന് പിന്നാലെ ഓടി. മോളുടെ ഡാഡി അങ്ങനെ ചെയ്യുവോ? മോക്ക് വേണ്ടിട്ടല്ലേ ഡാഡി ജീവിക്കുന്നത്. അത് സ്വപ്നമല്ലേ മോളെ? ചിപ്പി മോൾ അങ്ങനെ ഒരു സ്വപ്നം കാണാനുള്ള കാരണം അമ്മ പറഞ്ഞാട്ടെ. മോളെയും ആദ്യം ഡാഡി പാർക്കിൽ കൊണ്ടുവിട്ടിട്ട് ഓഫീസിലേക്ക് പോയില്ലേ. ഡാഡി സമയത്തിന് വരാൻ മറന്നാലോ എന്ന പേടി മോളുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് മോള് സ്വപ്നമായിട്ട് കണ്ടത്. കുഞ്ഞാവ വന്നാൽ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കുറയോ? മോൾ എന്താ പറഞ്ഞ? അമ്മയ്ക്ക് കുഞ്ഞാവ വരുമ്പോ കുഞ്ഞാവയോടല്ലേ സ്നേഹം ഉണ്ടാവും. അമ്മയ്ക്ക് അതിന് കഴിയോ മോളെ? അമ്മയുടെ ആദ്യത്തെ മോള് നീയല്ലേ? എനിക്കാണോ കുഞ്ഞ്?
കുഞ്ഞാവ് വരാൻ പോകുന്നത് എന്റെ മോൾക്കല്ലേ, മോൾക്ക് വേണ്ടിയല്ലേ അമ്മ കുഞ്ഞാവെ പ്രസവിക്കാൻ തീരുമാനിച്ചത്. മോളുടെ ഭാവിയല്ലേ അത്. ആരോ മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. അമ്മയ്ക്ക് അറിയാം ആരും എന്റെ മോളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ മോൾ ഒരിക്കലും അമ്മയോട് ഇങ്ങനെയൊന്നും പറയില്ല. മോൾ അമ്മയോട് പറ, ആരും മോളെ വേദനിപ്പിച്ച ആദ്യാണോ? അയ്യോ അല്ല, ആദ്യേട്ടൻ കുഞ്ഞാവ് വരാൻ വേണ്ടി കാത്തിരിക്കുക. കുഞ്ഞാവ് മോളായ മതിയെന്ന് ആദ്യേട്ടൻ പറയുന്നത്. പിന്നെ ആര്? അമ്മയ്ക്ക് അതറിയണം. എന്റെ മോളുടെ മനസ്സിൽ വിഷം നിറച്ചത് ആരാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരും പറയാതെ മോൾ ഇത് പറയില്ല. അമ്മയോട് മോള് പറ. മോളെ അമ്മ ഡാഡിയോട് പറയില്ലെന്ന് പ്രോമിസ് ചെയ്താ ഞാൻ പറയാം. പ്രോമിസ്. എന്റെ കയ്യിൽ പിടിച്ചമ്മ സത്യം ചെയ്. മോളാണ് സത്യം. അമ്മ ഡാഡിയോട് പറയില്ല. അമ്മ പറഞ്ഞാൽ ഡാഡി അയാളുമായിട്ട് വഴക്കിന് പോവും. അറിയില്ല മോളെ. ആരാ ദുഷ്ടൻ? അത് പറഞ്ഞത് ആകാശങ്ങളാ. അയാൾ മോളെ കാണാൻ സ്കൂളിൽ വന്നോ? ഇല്ല, ഞാനും ആദ്യേട്ടനും പാർക്ക് കളിച്ചോണ്ടിരുന്നപ്പോ ആകാശങ്ങൾ അവിടെ വന്നു. ആദ്യം അത് കേട്ടല്ലേ? ആദ്യേട്ടനോട് അങ്കിൾ ഇത് എപ്പോഴും പറയും അത്രേ, കുഞ്ഞാവ് വന്നാൽ അമ്മയ്ക്ക് ഞങ്ങളോട് ദേഷ്യാവുന്നു. എന്റെ മോക്ക് അമ്മ അറിയില്ലേ? അമ്മയ്ക്ക് എന്റെ മോളെ അകറ്റി നിർത്താനോ സ്നേഹക്കുറവ് കാട്ടാനോ പറ്റുമോ? അമ്മയ്ക്ക് ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു കുഞ്ഞാവ് ഉണ്ടായ എന്നെ ആദ്യം വേണ്ടെന്ന് വെക്കുന്നത് അമ്മ മരിക്കുന്നതിന് തുല്യല്ലേ മോളെ? എനിക്ക് നീ തന്നെയാ എന്തിലും വലുത്. എന്റെ മോളില്ലാതെ അമ്മയില്ല. എന്റെ മോളെ ഇനി ഒരിക്കലും അങ്ങനെ അങ്ങ് ചിന്തിക്കല്ലേ. നെഞ്ചു പൊട്ടി അമ്മ മരിച്ചു പോവും. അമ്മ കരയില്ലേ? അമ്മ കരഞ്ഞാ ഞാനും കരഞ്ഞു പോവും. എനിക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല സുമി എന്തിനാ ഇപ്പൊ കമ്പനി വിടാൻ തീരുമാനിച്ചത്? അല്ല ഇവിടെ എന്തൊക്കെയോ എടുത്ത് മറിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ വന്നത്. കാര്യമൊക്കെ ശരി തന്നെ. എന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തില് മുകളിലിരിക്കുന്നവര് കൈകടത്തിയ ഞാൻ ചെയ്യുന്നതിന് ഒരു വിലയില്ലാതാവും. മുംബൈയിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ക്രെഡിറ്റ് വേണം. എനിക്ക് എത്ര കമ്പനികളിൽ വേണമെങ്കിലും കയറാം. ഒരുപാട് പേര് ക്ഷണിക്കുന്നുണ്ട്. വിഷയം അതാണെങ്കിൽ സുമി ഒരു ടൂള് മാത്രമായിട്ട് ഈ കമ്പനി നിൽക്കേണ്ട കാര്യമില്ല. അല്ല, മഹേഷിനെതിരെ ഒരു നീക്കവും ആകാശിന്റെ ഭാഗത്തു നിന്നുള്ളതായി ഞാൻ കാണുന്നില്ല. രചന മാത്രം ഇരിപ്പറയ്ക്കാതെ ഓടുന്നുണ്ട്. ഇഷിതയുടെ പ്രഗ്നൻസി കലക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. കൃത്യസമയത്ത് ആകാശ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ രചന ഞാൻ സമാധാനിപ്പിച്ച് നിർത്തുന്നത്. അവരുടെ ഗർഭം കലക്കുന്നതിലൂടെ എല്ലാം നേടിയെന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. പക്ഷേ വീണ്ടും ഇഷിത പ്രഗ്നന്റ് ആവുന്നുള്ള കാര്യം രചന മറന്നു പോവാ. അപ്പോ ആകാശ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അത് പറയുന്നില്ല. എന്റെ പ്ലാൻ വേറെ. ഇഷിതയുടെ ഡെലിവറി നടത്താതിരിക്കുക അല്ല എന്തിലും അത് തടയാൻ ആർക്കും കഴിയാത്ത സ്ഥിതിക്ക് അതിനുവേണ്ടി ഇതിനാ സമയം കളയുന്നത്. രചനയെ അടക്കി നിർത്താൻ വേണ്ടി ഞാൻ വെറുതെ പറയുന്നതല്ലേ. ഇഷിത സസുഖം പ്രസവിക്കട്ടെ. എങ്കിലും ആകാശിനോട് പറയില്ലല്ലേ. നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു സംസാരം ഞാൻ രചനയോട് പറയുന്നുണ്ടോ? ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ. ഇഷിത പ്രസവിച്ച ശേഷം ആദ്യം ചിപ്പിയും വെച്ച് വല്ലാത്തൊരു കളിക്കാണ് എന്റെ ശ്രമം. അതല്പം കടന്ന കളിയാണ്. അതിന്ന് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം ചിപ്പിയെയും പാർക്കിൽ വെച്ച് സൗകര്യത്തിൽ എനിക്ക് ഒത്തുകിട്ടി. ആകാശം മാർച്ചിക്കാതെ പറയുന്നേ എന്താ? എന്നെ വിശ്വാസമല്ലേ? വിശ്വാസമില്ലാത്തത് സുമിക്കൽ. കാര്യത്തോടടുക്കുമ്പോ വഴുതി മാറുന്ന തന്ത്രമാണ് സുമി കാണി. ആകാശിനോട് ഞാൻ എന്റെ നിലപാട് പറഞ്ഞത്. ആകാശ് എപ്പോഴായാലും ഒരു വിവാഹം കഴിക്കുമെന്ന് രജനിക്ക് നല്ല ബോധ്യമുണ്ട്. അവള് മഹേഷിനെ ലക്ഷ്യം വെച്ചത് തന്നെ അതുകൊണ്ടാ. ഞാനിപ്പോ ഏത് കമ്പനിയിലേക്ക് പോകണമെന്ന കൺഫ്യൂഷനിൽ നിൽക്കുകയാ. വിദേശത്തേക്ക് പോയാലോ എന്ന ആലോചന ഇല്ലാതില്ല. നമ്മുടെ വിവാഹം നടക്കുവാണെങ്കിൽ ആകാശിന്റെ കമ്പനിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാം. അതുകൊണ്ട് ആകാശിന് നേട്ടമേ ഉണ്ടാവും. ചുരുങ്ങിയ കാലം കൊണ്ട് ആകാശ് വലിയ നിലയിലെത്തും. സുമിയെ വിശ്വസിച്ചവളാണ് രചന. ഇങ്ങനെ അവളെ ചതിക്കാൻ സുമിക്ക് എങ്ങനെ മനസ്സ് വരുന്നു? രണ്ടുപേര് വിവാഹം കഴിക്കുന്നത് എങ്ങനെ ചതിയാവും? ആകാശ് രചനയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കതിലെ സന്തോഷമേ ഉള്ളൂ. അതൊക്കെ എന്നേ ക്ലോസ് ചെയ്ത ചാപ്റ്റർ. പിന്നെന്താ ആകാശിന്റെ പ്രശ്നം? നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വിവാഹം തന്നെ. ഇത് നമ്മൾ സംസാരിച്ച വിഷയം. എനിക്കതിലെ താല്പര്യമില്ല. ഒരു കുടുംബം ഞാൻ ആഗ്രഹിക്കുന്നത്. ആകാശ് എന്നെ വിവാഹം ചെയ്യണം. അതെന്താ നിന്റെ സ്വരം ഒന്ന് മാറിയത്? എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തിയ പോലുണ്ടല്ലോ. തുറന്നു പറയട്ടെ, നിന്നെ വിവാഹം ചെയ്യാനും മാത്രം ഒരു അട്രാക്ഷനും ഞാൻ നിന്നിൽ കാണുന്നില്ല. നീ എന്നെ അങ്ങ് മോഹിച്ചു പോയെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ കുറ്റം പറയില്ല. ഞാൻ ഒരുത്തിയുടെ പിന്നാലെയും പോയിട്ടില്ല. അവളുമാരൊക്കെ എന്നെ കണ്ടു മോഹിച്ചു വന്നത്. ഞാൻ അവരെ നിരാശപ്പെടുത്താറുമില്ല. അതൊക്കെ ആവടം കൊണ്ടങ്ങത്തി. നിന്നെയും ഞാൻ അങ്ങനെ കാണും. പക്ഷേ നിന്റെ മോഹം അതിത്തിരി അതിരി കടന്നായി. ആകാശ് ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ഇതും കേട്ട് മിണ്ടാതങ്ങ് പോയാ ഞാൻ ഒന്നിനും കഴിവില്ലാത്തവളായി പോകും. ആകാശ് എന്നെ വിവാഹം ചെയ്യും. അതിന് സമ്മതം അല്ലെങ്കിൽ കുട്ടികളെ വെച്ച് ആകാശ് നടത്താൻ പോകുന്ന കൈവിട്ട കളിയെക്കുറിച്ച് എനിക്ക് മഹേഷിനെ അറിയിക്കേണ്ടി വരും. നീ ഇത്രയേ ഉള്ളെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. നിന്നോട് സത്യത്തില് എനിക്ക് സഹതാപാതം. അല്ല താനങ്ങൾ കടുങ്ങുകയും ചെയ്ത് കളയല്ലേ സുമി? ഞാൻ ഈ വീട്ടിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവളെ കണ്ടിട്ട് പോവും. എന്റെ മകളെ എനിക്ക് വിട്ട് കിട്ടണം. ചിപ്പി എന്റെ മോളാണെന്ന് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല രചനെ. അവൾ എന്റെ കുഞ്ഞ് തന്നെയാ. ഈ 100 ജന്മം എടുത്താൽ ചിപ്പി മോള് നിന്റെ കൂടെ വരില്ല. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധം തന്നെയാണ് വരാൻ പോകുന്നത്.